സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം കായംകുളത്ത് നടന്നു. ദേശീയ പ്രസിഡന്റ് അസീസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം കായംകുളത്ത് നടത്തി. തൊഴിലാളികളെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് അസീസ് ഖാൻ പറഞ്ഞു. वो जब देखता है तो उसकी चर्चा होके यूनियन का काम बढ़ता है। और इसी तरह मैं यहाँ पे अगर कोई ऑटो रिक्शा यूनियन का अगर काम करता है तो मैं इससे रिक्वेस्ट करूँगा कि वो इस यूनियन को एसडीटीयू को बढ़ाने के लिए वो बहुत सा मददगार साबित होंगे वो यूनियन वाले। क्यों तो रिक्शा ये पूरे शहर में बोलो जिले में अगर फिरते हैं तो उसके कुछ प्रोग्राम है या तो मालूमात है। अगर पत्रकार के बाद अगर कोई बात फैलाना हो प्रसार करना हो तो वो रिक्शा चालक ही कर सकता है. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുക്കുവാൻ എസ്ഡിടിയു തൊഴിലാളികളെ രാഷ്ട്രീയവൽക്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യവ്യാപകമായി സംഘടനയിൽ ധാരാളം തൊഴിലാളികൾ അംഗങ്ങളാകുന്നുണ്ട്. സുഖസൗകര്യവുമായി ഓഫീസിലിരുന്ന് തൊഴിലാളി സംഘാടനം നടത്തുന്നതിന് പകരം തൊഴിലാളികളിലേക്ക് ഇറങ്ങി അവരെ സംഘടിപ്പിക്കുന്നതാണ് ഈ യൂണിയന്റെ ശൈലിയെന്നും അദ്ദേഹം പറഞ്ഞു. നോട്ട് നിരോധനം, തൊഴിൽ ഭേദഗതി നിയമങ്ങൾ, കർഷക വിരുദ്ധ നിയമങ്ങൾ എല്ലാം തന്നെ RSS നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിന്റെ ഏകാധിപത്യ സ്വഭാവത്തെയാണ് അടയാളപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 1.5 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി തച്ചോണം നിസാമുദ്ദീൻ അവതരിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് വാസു അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫാറൂഖ്, ദേശീയ സെക്രട്ടറി നൌഷാദ് മംഗലശ്ശേരി, ദേശീയ ട്രഷറർ PP മൊയ്തീൻ കുഞ്ഞ്, ദേശീയ സമിതി അംഗം ജലീൽ കരിമന, വൈസ് പ്രസിഡന്റ് ES കാജ ഹുസൈൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫസൽ റഹ്മാൻ, സെക്രട്ടറി സലീം കാരാടി, ട്രഷറർ അഡ്വക്കേറ്റ് AA റഹീം തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.